ബഹുമാനപ്പെട്ട ഫാദർ അനിൽ ഫിലിപ്പ് അച്ഛൻ, അധ്യക്ഷൻ ശ്രീ DB ബിനു, ആൻഡ് എൻ്റെ ഫ്രണ്ട്, കോമ്രേഡ്, കൊളീഗ് അഡ്വക്കേറ്റ് ജയശങ്കർ. ഈ നമ്മുടെ ഈ ബസു കേസ് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എനിക്കൊരു വലിയ രോമാഞ്ചം ഉണ്ടായി അവിടെ ഇരുന്നപ്പോൾ. അതിൻ്റെ കാരണം, ഞാൻ ഈ ബസു കേസിനെ വെച്ചുകൊണ്ട് ഒരു 3 പേജ് ദൈർഘ്യമുള്ള ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഇതെവിടെയാണെന്നിപ്പോൾ സാർ നോക്കിക്കാമായിരിക്കും. ദേശാഭിമാനിയിലായിരുന്നു. അതായത് അങ്കമാലിയിൽ നമ്മുടെ അന്നത്തെ DYSP SP എന്നൊരാണ് ഹരീഷ് ചന്ദ്ര ഈ ആളുകളെ തല്ലി. അപ്പോൾ അതിനെതിരെ ഇത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സും കൺവെൻഷൻ റൈറ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ കൂട്ടി ആ കൊടുത്തി DK ബസിനെയൊക്കെ കൂട്ടി ഒരു 3 പേജ് ആർട്ടിക്കിൾ ഈ സുധാരൻ ഷെയർ ചെയ്തു സാറും ഫേസ്ബുക്കിൽ. ഇപ്പോഴത്തെ അവസ്ഥ എനിവേ, ഞാൻ ഇത് എന്നോട് എൻ്റെ സുഹൃത്ത് ഇന്നലെ പറഞ്ഞാണ്, നീ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത് സ്റ്റിക്കായി നിൽക്കണ്ട. കാരണം എന്നെപ്പറ്റി കൃത്യമായി അറിയണമെങ്കിൽ ജയശങ്കർ സാറ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെപ്പറ്റി. യൂട്യൂബിൽ ഏതാണ്ട് ഭയങ്കര ഹിറ്റായൊരു സാധനമാണ്. അപ്പം ഞാൻ തീരെ ചെറുപ്പത്തിൽ കേരളം വിട്ടുപോയ ആളാണ്. അപ്പം ഈ മലയാളം അറിയത്തില്ല എന്നല്ല പറയുന്നത്, നമ്മൾ പറയുന്ന സംസാരം ഞങ്ങളുടെ ആർപ്പുക്കരയിലെ ഗ്രാമീണ ഭാഷ അതേ എനിക്കറിയാവുള്ളൂ. ഈ പ്രൊഫഷണലായ മലയാളം എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഞാൻ എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെ പറഞ്ഞോളാം. എനിക്ക് ഇംഗ്ലീഷ് വന്നാലോ മലയാളത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാലോ ക്ഷമിക്കണം. ഈ ടോപ്പിക്ക് ഞങ്ങൾ രണ്ടുകൂടെ സെലക്ട് ചെയ്തൊരു ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു കാരണം, ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെ എൻ്റെ റീഡിങ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് ലോയർ ഹരീഷ് സാൽവേ ഒരിക്കൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്ന് പറഞ്ഞതാണ്, ദ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് ഇൻ ടാറ്റേഴ്സ്. അതായത് നശിച്ച് നാറാണക്കല്ല് പിടിച്ചെടുക്കുക. അപ്പോൾ ഈ ടോപ്പിക്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം ജയശങ്കർ സാർ വന്നപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും മോശമായ മീഡിയയാണ്, മീഡിയയുടെ പ്രശ്നങ്ങളിൽ മീഡിയക്കാർ എങ്ങനെയും എന്തും പെട്ടെന്ന് വൈറലാക്കാൻ ശ്രമിക്കുന്നു. ഇനി എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അതിൻ്റെ കാരണം ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറയാം. ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. BBC-യുടെ ഒരു പ്രൊമിനൻ്റായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഹ്യൂ എഡ്വേർഡ്സ്. നിങ്ങൾ പലർക്കും കേട്ട് കാണുമായിരുന്നു. ഈ ഹ്യൂ എഡ്വേർഡ്സിനെ ഒരു 6 മാസം മുമ്പ് ബ്രേക്കിംഗ് ന്യൂസ്, ഹ്യൂ എഡ്വേർഡ്സ് ഹാസ് ബീൻ dismissed from his employment by BBC. ഇത് BBC കവർ ചെയ്തു. BBC തന്നെ പറഞ്ഞു. മറ്റ് ഈ മെയിൻ സ്ട്രീം ചാനലെല്ലാം അത് റിപ്പോർട്ട് ചെയ്ത് പത്രത്തിലും വന്നു, പ്രിൻ്റ് മീഡിയയിലും വന്നു. പിന്നെ ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ കേൾക്കുന്നില്ല, അത് വിട്ടു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ അനദർ ബ്രേക്കിംഗ് ന്യൂസ്, he has been asked to attend the police station. പിന്നെ അതിനെപ്പറ്റിയൊന്നും കേൾക്കുന്നില്ല, ന്യൂസായിട്ട് വരുന്നവർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസം മുമ്പ് another breaking news, Hugh Edwards has pleaded guilty to an offence of sexual offence, sending indecent images of children. He has been pleaded guilty at the first instant court. Another breaking news ആയി, അത് കഴിഞ്ഞു. So magistrate, serious offence ആണ്. Magistrate court has committed the matter to the higher court because the magistrates do not have enough power to sentence him according to the severity of the offence he has committed. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിനായി ഇത് ഈ ഹ്യൂ എഡ്വേർഡ്സ് മാറി ജയശങ്കറിനാണെന്ന് ഓർത്തു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആദ്യം നികേഷ് കുമാറിൻ്റെ ടീമിൽ നിന്ന് ഒരു ടീം വരും, രാഹുൽ ഈശ്വർ ഇപ്പുറത്ത് വരും. ഇത് ഒരു മാസത്തേക്ക് അങ്ങ് ചരിപ്പിക്കും. അപ്പം ജയശങ്കർ സാർ എവിടെയെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് പോരുന്ന വെച്ച് ഫോണിൽ വിളിച്ച് പറയും, ഞാനിവിടെ തന്നെയുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. അല്ലല്ലോ നിങ്ങൾ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സംഭവം, ഈ നമ്മുടെ ബാബുരാജിൻ്റെ പേരിൽ അലിഗേഷൻ വരും. ഈ ബാബുരാജിൻ്റെ പേരിൽ അലിഗേഷൻ വരുമ്പോൾ പുള്ളി ധൈര്യപൂർവ്വം വന്ന് പറയുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരാളെ. പൂർണ്ണ ഈ അവതാരക പറയുകയാണ്, അതത്ര വിശ്വാസമല്ലല്ലോ, അതത്ര വിശ്വസനീയമല്ല. എനിക്ക് കേട്ടപ്പം നല്ല കോമഡി ആയിട്ട് തോന്നി. പക്ഷേ ഇതിനൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്.
ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡ് കേംബ്രിഡ്ജ് വന്നു. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളൊരു ചോദ്യം ചോദിച്ചു, എന്തോരം കേസാണ് കെട്ടിക്കിടക്കുന്നത്. പുള്ളി ഒരു വലിയൊരു നമ്പർ പറഞ്ഞു, ഞാൻ ആ നമ്പർ പോലും മറന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അത് നമ്മുടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇവിടെ ഒരു ഒഫൻസ് ഉണ്ടായാൽ ആ ഒഫൻസ് പ്രോസിക്യൂട്ട് ചെയ്യുമെന്നോ ദ പേഴ്സൺ വിൽ ബി ബുക്ക്ഡ് ഓർ ബ്രോട്ട് ടു കോർട്ട്, ആ പ്രോസസ്സ് പെട്ടെന്ന് തീരുമെന്നോ ഉള്ളൊരു വിശ്വാസം ജനങ്ങൾക്കില്ല. You tell me, how many of you have been to police station and that case has finished in a week or in a month or even year? നടക്കില്ല. Oh, go on. Justice is only those who having money. See, അതാണ് I totally agree. I totally agree with you on that. So, അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം they have lost the faith, trust and confidence in the judicial system, the criminal justice system. So what they see, let us watch the media. അവരുടെ ആ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ, they just watching the news and they are fully relying on this. No other option. ഞാൻ ക്രിമിനൽ ലോയറാണ്. ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു 80% കൂടുതൽ ഹീനസ് ഒഫൻസുകളാണ്. 6 മാസം അങ്ങേയറ്റം ഒന്നീ അവനകത്തു അല്ലെ പുറത്തു പോകും. ഇവിടെ ആ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പം അവിടുത്തെ സിസ്റ്റം അതിനൊരു കോമഡിയാണെന്ന് അറിയോ, നമ്മുടെ IPC 1830 അല്ലേ, ഇപ്പം ഇവിടെ ഒരാൾ റേപ്പ് ചെയ്താൽ സെക്ഷൻ 375 1830 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബ്രിട്ടനിൽ എന്നറിയോ 2006 സെക്ടർ ഓഫൻസസ് ആക്ട്. ഈ സോഷ്യൽ മീഡിയയിലെ ഹറാസ്മെൻറ്റ് നമ്മുടെ 1830 ബ്രിട്ടനിലെ എന്നറിയോ 2023 ഓൺലൈൻ സേഫ്റ്റി ആക്ട്. ഇത് ജനുവരിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഞാൻ ഇതിനോട് അത് 10 കേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സൊസൈറ്റി മാറുന്നതനുസരിച്ച് അവിടെ നിയമങ്ങൾ ഇവോൾവ് ആവുകയും ആ നിയമത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഹി വിൽ ബി ബ്രോട്ട് ടു ബുക്ക്, ഹി വിൽ ബി സെന്റൻസ്ഡ്. ഇവിടെ നമുക്ക് ആ ഒരു കൺസെപ്റ്റേ ഇല്ല. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ മീഡിയ ഇസ് കമ്മിങ് ടു ദ ഫ്രണ്ട് ലൈൻ. അപ്പം ഈ ബാബുരാജിനോടൊന്നും പറയാണ്, I didn't know, he is denying it. Yet the media is cross-examining him. No, you did it. He's not trustworthy. What you're saying is not trustworthy. Who the hell is this one? Even to put the question to him. ആ പ്രോസസ്സ് നടക്കേണ്ടത് കോർട്ട് റൂമുകളിലാണ്. നമ്മുടെ കോർട്ട് റൂമിൽ ഇത് നടക്കുന്നില്ല. ഇപ്പം പോലീസിൻ്റെ കാര്യം ബിനു സാർ പറഞ്ഞു. ഞാൻ അവിടുത്തെ സിസ്റ്റം കൂടെ പറയാം, എന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, എവിടെ അറസ്റ്റ് ചെയ്യുന്നോ ഓൺ ദ സ്പോട്ടിൽ ഇലക്ട്രോണിക്കലി രജിസ്റ്റേർഡ് ആണ് അറസ്റ്റ് ചെയ്ത ടൈം. അപ്പം നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അപ്പോൾ അവനോട് ചോദിക്കും, you have the right to have a solicitor, a lawyer, even at the interrogation. So do you want a lawyer? Of course. അത് ഫ്രീ ആണ്. So of course he will say, oh, I want a lawyer. അപ്പോൾ ഉടനെ പോലീസുകാർ എന്നെ വിളിക്കും, അല്ലെ ഞങ്ങൾ അന്ന് ആരാണോ പാനലിലുള്ള അവരെ വിളിക്കും. such and such person has been arrested, the arrest and detention time is so and so, so we will be ready for interview, when can you make it? നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും they have to do a pre-disclosure. What is the allegation against my client? And what have we got? Do we have witness? Do we have witness statement? Are they supporting? അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു. നമ്മൾ അത് ഈ ഡിസ്ക്ലോഷറുമായി I will go to him for a private consultation. No police officer can hear what we are discussing. And I will, looking at the evidence and the strength of the case, I will advise him accordingly. അതായത് 3 ഓപ്ഷൻ ഉള്ളത്. either he can say no comment, no comment, no, throughout no comment. ഞാൻ 2 മണിക്കൂറൊക്കെ നോ കമൻറ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ക്ലയൻറ്റ്. പിന്നെ ഒരു പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. നോ, ഐ ഹാവൻ ഡൺ എനിത്തിങ്, ഐ ഡിനൈ ദി അലിഗേഷൻ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു അക്ഷരം വിട്ടില്ല. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് he will answer all questions, put the denial on record. ഇത്
164 ഇവിടുത്തെ 164 ഇല്ലേ, ഇത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടുത്തെ അവിടുത്തെ വ്യത്യാസം ഈ 164 വായിച്ച അവിടുത്തെ 164 ഇതാണ്. യു ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് ബട്ട് ഇഫ് യു don't have to say anything but it may harm your defense if you do not mention something which you later rely on in court. Everything you do say may be given in evidence. 164 ആണ്. അപ്പോൾ ഇത് ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യാണ്. ഈ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നു. ഇൻ്റർവ്യൂവിന് ആൾ വരുന്നു, പോലീസുകാർ 2-3 പേരിരിക്കുന്നു, എൻ്റെ കക്ഷി ഇരിക്കുന്നു, അടുത്ത് ഞാനിരിക്കുന്നു. ഓഫീസർ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുകയാണ്, മെഷീൻ ഓൺ ചെയ്യുകയാണ്. ഒരു എക്സാമ്പിൾ, ഇത് റെക്കോർഡ് ചെയ്യുന്നില്ല, ഉണ്ടോ? ഇല്ലല്ലോ, റെക്കോർഡുണ്ടോ? ഓക്കെ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഐ കോണ്ടാക്ട്, നമ്മുടെ ഇൻട്രോഗേഷനിൽ ഐ കോണ്ടാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? അപ്പം എനിക്ക് ക്ലയൻറ്റിനെ ഇങ്ങനെ നേരെ ഇരുന്ന് കാണണം. പോലീസുകാരൻ ചോദിക്കുമ്പോൾ അവൻ എന്നെ നോക്കുമ്പോൾ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. ഞാൻ ക്രിമിനൽ ഡിഫൻസ് ലോയറാണ്. സോ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടിട്ട് എനിക്ക് ക്ലയൻറ്റിനെ നേരിട്ട് കാണാമെന്ന രീതിയിൽ കസേരയിട്ട്. അപ്പം പോലീസ് ഓഫീസർ വന്ന് ചോദിച്ചു, നോ 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 സാർ ബൈജു യു കാണ്ട്. ഓക്കെ ഫൈൻ, ഫെയർ എനഫ്. ഞാൻ ആ കസേര പുള്ളി വലിച്ചു മാറ്റിയിട്ട് അവിടെ തന്നെ കിടന്നു. പുള്ളി ഇതൊക്കെ പറഞ്ഞ് കോഷൻ ചെയ്ത് കഴിഞ്ഞു. നൗ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ദ റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തു. ഞാൻ ആ കസേര അവിടുന്ന് വളരെ കൂളായിട്ട് വലിച്ച് പുറത്തേക്കിട്ട് അതിലിട്ടിരുന്നു. റെക്കോർഡിംഗ്. ഐ വിൽ സിംപ്ലി ബറി ഹിം ഇഫ് ഹി കം ടു കോർട്ട്. He has no right to say where I should sit. Eye contact with my client is my professional prerogative. അപ്പോൾ ഈ കേസ് ഇപ്പോൾ ഇവൻ നോ കമൻറ്റ് പറയുകയാണ്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണെന്നറിയാമോ, ഈ സകല ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും മുഴുവൻ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ദൃശ്യം 2 കണ്ടില്ലേ, എന്നെ തല്ലിക്കൊല്ലിച്ച് പറഞ്ഞത് സാറേ, എന്നെ ഇടിച്ച് ഗുണം വരുത്തി കളഞ്ഞ്. The investigation is starting from the scratch again. ആ സിസ്റ്റമാണ് മാറുന്നത്. Once you admit something to the police station during the process of investigation, that has to be put to court. അവൻ പറയാണ് ഞാനും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി ചെല്ലുന്നു, സാറിനെ വിളിക്കും, വിറ്റ്നസിനെ വിളിക്കും. ഈ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടാണ് ഇവർ ഈ ഇൻട്രോഗേഷന് വരുന്നത്, പോലീസുകാർ വരുന്നത്. ഇവിടെ നമ്മുടെ അവിടെ തന്നെയാണ് ഒരു വിറ്റ്നസിനെ കാണുന്നു. ഇൻട്രോഗേഷനിൽ ഇവർ തല്ലി ഇടിച്ചു എന്ന് പറയുന്നു. ബാക്ക് ടു സ്ക്വയർ വൺ. ഈ കേസ് തീരുന്നില്ല. സോ നമ്മളുടെ അപ്പം എൻ്റെ ബാക്ക് ടു ദി ടോപ്പിക് വാട്ട് ഐ വാസ് ഗോയിങ് ടു ടോക്ക്, നമുക്കൊരു കാരണവശാലും മീഡിയയെ കുറ്റം പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഓൺലി ഹോപ്പ് ഫോർ ദ കോമൺ പീപ്പിൾ. സാറ് കുറച്ചുമേ പറഞ്ഞ പോലെ വെൽത്തി അപ്പർ ക്ലാസ് റിച്ചിൻ്റെ കാര്യമല്ല, ഇലീറ്റ്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം their hope is media. And who is responsible for this? Our system. If you have, I'm ready to lay money on it. നമ്മളുടെ പോലീസ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം റീഇൻവെൻറ്റ് ചെയ്തപ്പെട്ടാൽ ഈ ജയശങ്കർ സാറൊക്കെ വീട്ടിലിരിക്കും. മീഡിയ മണി, അതായത് അതിൻ്റെ പരിപാടി തീരും. വിട്ടൊന്നുമില്ലല്ലോ ഇതുപോലെ. ഇത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഈ മീഡിയയ്ക്ക്. ഇപ്പം എൻ്റെ സുഹൃത്ത്, അവൾ MP ആയിരുന്നു, ആഫ്രിക്കൻ വംശജയാണ്. പുള്ളിക്കാരത്തിയുടെ സീറ്റിലാണ് ഞാനിപ്പോൾ നിന്ന് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരത്തി MP ആയി ജയിച്ചു. പുള്ളിക്കാരത്തിൽ ഇത്രയും മാത്രമേ ചോദിച്ചുള്ളൂ പോലീസുകാർ, ഡിഡ് യു ഡ്രൈവ് ത്രൂ ആ ഏരിയയിലൂടെ വണ്ടി ഓടിച്ചോ? ആ ഓടിച്ച 30 മൈലാണ് സ്പീഡ് ലിമിറ്റ്. സോ 38 മൈലിൽ വണ്ടി ഓടി. അപ്പോൾ പോലീസുകാർ ഈ വിവരം അവരുടെ ഇൻ്റലിജൻസിൽ കിട്ടി. അപ്പോൾ അവർ ചോദിച്ചു, ഡിഡ് യു ഡ്രൈവ് ദ കാർ? അവൾ എഴുതി സൈൻ ചെയ്തു, നോ ഐ ഡിഡ്ന്റ്. പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ CCTV ബ്രോഡ്, CCTVയിൽ ഷീസ് ഡ്രൈവിംഗ് ദ കാർ. ഇൻഫർമേഷൻ നേരെ വന്നു. പാർട്ടി ചട്ടം തീരുമാനം എടുത്ത് പുള്ളിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ദ ഫൈനൽ ഡിസിഷൻ വിൽ ബി അൻറ്റിൽ ദി ട്രയൽ ഡിസിഷൻ. പുള്ളിക്ക് പിറ്റേ ദിവസം പാർലമെൻറ്റിൽ സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഷി വാസ് ഫൗണ്ട് ഗിൽറ്റി ബൈ ദ കോർട്ട്. ദ വെരി സെയിം ഡേ പാർട്ടി check her out and parliament check her out. And sadly, she was a lawyer like me. Law society kick her out. കഴിഞ്ഞ വർഷം ബ്രിട്ടനിൽ 260 പോലീസുകാരാണ് ഡിസ്മിസ് ചെയ്ത് സർവീസ് ചെയ്യുന്നത്. സാറിൻ്റെ ഓർമ്മയിൽ ഇത്രയും പേരെ ഇവിടെ ചെയ്തിട്ടുണ്ടോ മൊത്തം സാറിൻ്റെ ലൈഫ് ടൈമിൽ? ഇല്ല. ഇതാണ് വിഷയം. എൻ്റെ ഒരു കൊളീഗായ ഒരു ബ്ലാക്ക് വുമൺ ലോയറോട്, അതായത് അവളുടെ കളറിനെ പറ്റി പറഞ്ഞതിൻ്റെ പേരിൽ CI റാങ്കുള്ള ഓഫീസറാണ് പുള്ളി. ഞങ്ങളുടെ ഇപ്പോൾ അവിടെയുള്ള ഒരു മാക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്യാണ്. ദി കിക്ക്ഡ് ഹിം ഔട്ട്.
നമ്മുടെ നാട്ടിൽ ഈ പ്രോസസ്സില്ല. നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് അബൌട്ട് ടു കൊളാപ്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ അബ്സൊല്യൂട്ട് കയോസ്. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പോലീസുകാർ എന്ത് ചെയ്യാനാണ് സാറേ? ഇവിടുത്തെ ഡ്രഗ് കേസുകൾ വി ഡോണ്ട് ഹാവ് ഇനഫ് റിസോഴ്സസ്. ഞാൻ എൻ്റെ സീനിയർ 12 വർഷം മുമ്പ് ഒരു ഡ്രഗ് അഡിക്റ്റായ ഒരു സ്ത്രീയെ മീൻസ് കോർട്ടിൽ അവർക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തു. ആ സ്ത്രീ ഇന്ന് ഒരു ജിം നടത്തി, ജിമ്മിൻ്റെ മാനേജറാണ്. അവരുടെ ഷീ ഓൺ ജിം. ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ആ സ്ത്രീ. അവർ എന്ത് ചെയ്തെന്നറിയോ? അവർക്ക് ദേ ഹാഡ് ദ റിസോഴ്സസ് ആൻഡ് അവർക്ക് പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർക്ക് വേണ്ട എന്നാ പറയുന്നത് അതിൻ്റെ ഇതിൻ്റെ ഡി അഡിക്ഷനായിട്ടുള്ള സെൻറ്ററിൽ കൊണ്ട് സ്റ്റേറ്റ് ഫണ്ട് ചെയ്ത് ദേ ബ്രോട്ട് എ ബാക്ക് ടു ദ ലൈഫ്. ഇവിടെ ക്രിമിനൽ, നിങ്ങൾ സാറ് ക്രിമിനൽ ഇത് ഡ്രഗ് കേസ് ചെയ്യുന്ന ആളല്ലേ, എത്ര പേരറിയാം സാറേ അങ്ങനെ? ഇവിടെ ഡ്രഗ് കേസിൽ നമ്മൾക്ക് പോലീസിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ദേ ആർ നോട്ട് എക്വിപ്ഡ്. ഡ്രഗ് കേസ് നമ്മുടെയൊക്കെ അവിടെ ഡ്രഗ് പിടിച്ചാലുണ്ടല്ലോ അപ്പം തന്നെ അന്ന് തന്നെ അവൻ്റെ പൊസഷൻ ഏത് ഡ്രഗാണ് അവൻ്റെ കയ്യിൽ, കൊക്കൈനാണോ മറ്റേ കന്നബീസ് ആണോ അത് ക്രാക്കാണോ എന്നുള്ളത് ഏതാണ്ട് വിതിൻ മണിക്കൂറിനകത്ത് റിപ്പോർട്ട് വരികയാണ്. എക്സ്പേർട്ട് റിപ്പോർട്ട് തരികയാണ്. അവരൊന്നുമല്ല, എക്സ്പേർട്ട് വന്ന് റിപ്പോർട്ട് തരികയാണ്. ദിസ് ഈസ് കൊക്കൈൻ, ഇതിൻ്റെ വാല്യൂ ഇത്രയാണ്, ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇത്രയാണ്. അവിടെ അവിടെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് തോട്ടമുള്ള സ്ഥലമാണ്. കഞ്ചാവ് തോട്ടം ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒക്കെ വന്നിട്ട് കഞ്ചാവ് അവിടെയൊക്കെ ഇവർ പിടിക്കുന്നതറിയോ? ആ വീടിൻ്റെ വാതിൽക്കൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള നമ്മുടെ ഹീറ്റ് അസസ് ചെയ്യുമ്പോൾ വീടുകളിൽ ഹീറ്റ് കൂടുതലുണ്ടെന്ന് അവർക്ക് സംശയം തോന്നിയാൽ അപ്പോൾ തന്നെ മജിസ്ട്രേറ്റിനെ എടുത്ത് പോയി വാറണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്ത് വീട് റെയ്ഡ് ചെയ്യുക. അതിനുള്ള സിസ്റ്റമാണ് അവിടെയുള്ളത്. നമ്മുടെയൊക്കെ അയലോക്കത്തിരിക്കുന്ന വീട്ടിൽ കന്നബീസോ ഡ്രഗ്സോ ഉണ്ടെന്ന് നമുക്കറിയാം, പോലീസുകാർക്കറിയാൻ പറ്റില്ല മാർഗമുണ്ട്. നമ്മളിത് അവരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അപ്പം നമ്മൾക്ക് മറ്റാരെയും കുറ്റം പറയാനില്ല. നമ്മുടെ സിസ്റ്റമാണ്. നമ്മുടെ സിസ്റ്റം ആരാണ് ഇൻവെൻറ്റ് ചെയ്യപ്പെടുക? ഐ ആം എ പൊളിറ്റീഷ്യൻ. നമ്മുടെ സിസ്റ്റം ഹാസ് ടു ബി റീഇൻവെൻറ്റഡ് ബൈ അവർ പൊളിറ്റീഷ്യൻസ് until unless they have the commitment and will. ഞാനും നമ്മളൊക്കെ അതിന് അവധി ചത്തുപോകുന്നവരല്ലേ, നമുക്കൊക്കെ കൂടി വന്നൊരു 10 വർഷം കൂടെ. എൻ്റെ പപ്പ ധരിച്ച പ്രായമാണെങ്കിൽ ഒരു 15 വർഷത്തേക്കുള്ളിൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. പക്ഷേ വരാൻ പോകുന്ന തലമുറ എങ്ങനെയാണ് ഇതിനെ നമ്മുടെ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നുള്ള അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഈ ജീവിച്ച പോലെ ജീവിച്ചാൽ മതിയോ? അല്ലെ ഈ ഞങ്ങളെപ്പോലുള്ള ആളുകൾ മുഴുവൻ കണ്ടില്ലേ? ഇപ്പോൾ നമ്മളിപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഒരു വിദേശത്തേക്ക് പോകുന്നുള്ളതാണ്. എല്ലാവരും വിദേശത്തേക്ക് പോയാൽ മതിയോ? ജയശങ്കർ സാറൊന്നും വിദേശത്തൊന്നും ഒരു കാര്യമില്ല, അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് മീഡിയ ഒന്നും മാതിരി ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ജീവിക്കണ്ടേ? ഇന്നലെ ഞാൻ ഒരു ടോപ്പിക്ക് ഇതുമായിട്ട് റിലേറ്റഡ് അല്ല, എത്ര മോശമാണ് നമ്മുടെ സിസ്റ്റം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. നമുക്ക് Q&Aയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സെപ്റ്റംബറിൽ വന്നത് ജയശങ്കർ സാറിനെ കണ്ടേ ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴത്തേക്കും കോട്ടയത്ത് നിന്ന് നമ്മുടെ കടുത്തുരുത്തിയിൽ നിന്ന് കാണക്കാരിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും ചുറ്റുവട്ടൊക്കെ വീക്ഷിച്ചാണല്ലോ പോകുന്നത്. ഒരു ഫ്ലെക്സ് കണ്ടു. ആ ഫ്ലെക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുക, ഏതാണ്ട് എൻ്റെ നീളമുള്ളൊരു ഫ്ലെക്സ്. ആ ഫ്ലെക്സിൽ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്: എൻ്റെ കരൾ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് ഇത്ര രൂപ വേണം. പുള്ളിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് അഡ്രസ് എല്ലാം ഉണ്ട്, നിങ്ങൾ ഗൂഗിൾ പേ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാനിത് വലിയ സങ്കടത്തോടെ കണ്ട്, എനിക്കറിയാം സാറിനൊക്കെ അയച്ചെന്ന് തോന്നുന്നു, എല്ലാവർക്കും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് അവിടെ ഏഷ്യനെറ്റിൽ പുള്ളി ഞാനൊരു ചർച്ച ചെയ്ത് പറഞ്ഞു. പക്ഷെ ഇത്തവണ വന്നപ്പം ഒരു വലിയ മാറ്റമുണ്ടായി. ആ മാറ്റം എന്താണെന്നറിയോ? ഞാൻ ഏറ്റുമാനൂർ റെഡ് ലൈറ്റിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. റെഡ് ലൈറ്റാണ്, ഗ്രീൻ ലൈറ്റിന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ഒരാൾ ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരാൾ ഈ വണ്ടിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലെക്സുമായി നിൽക്കുകയാണ്. മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഞാൻ പെർമിഷനോടുകൂടി ഞാൻ എടുത്ത കേട്ടോ പുള്ളിക്കാരൻ്റെ. ഇതാണ് തിരുഹൃദയം ചാരിറ്റബിൾ സൊസൈറ്റി, ഒളശ PO കോട്ടയം, രജിസ്ട്രേഷൻ നമ്പർ സോ. വൃക്ക ആളിൻ്റെ ഒരു കിടക്കുന്നൊരു ഫോട്ടോ. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നു.
എൻ്റെ ഭർത്താവ് ജോലി സമയത്ത് കെട്ടിടത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴെ വീണ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടർന്ന് ഉള്ള ചിലവിലേക്ക് സന്മനസ്സുകളുടെ കാരുണ്യം തേടുന്നു. അവരുടെ ഗൂഗിൾ പേ അക്കൗണ്ട്, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സാറേ, ഒരു വലിയ മാറ്റം എന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഭിത്തിയിൽ ഇരിക്കുമായിരുന്നു, ഇപ്രാവശ്യം വണ്ടിയുടെ മുമ്പിൽ വന്ന്. ഇത് 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 ഇത്രയ്ക്ക് പത്തറ്റിക്കായ ഒരു സിസ്റ്റം. ഈ സത്യം പറഞ്ഞാൽ ഇവിടെ നക്സൽമാരി ഉണ്ടാകേണ്ട സ്ഥലം ഇവിടെയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ ഭാര്യ 3 പ്രാവശ്യം പ്രസവിച്ച്. ദൈവാനുഗ്രഹിച്ച് ഗോഡ്സ് ഓൺ കൺട്രിയിലായിരുന്ന ആദ്യത്തെ പ്രസവത്തിൽ ഞാൻ ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. അതായത് ഇത് നമ്മുടെ നേതാക്കന്മാരൊക്കെ അവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ സാറെ ഒന്ന് കാണണം, കുളിര് പോലും. ഞാനവിടുത്തെ ഇവരൊക്കെ പഠിക്കാൻ പറ്റും. ഞാൻ പി ഡി സതീശൻ വന്നപ്പം ഞാൻ സതീശനെ കൊണ്ട് പോലീസ് സ്റ്റേഷനും കോടതിയും ആ ഏരിയ അവിടെയൊക്കെ കാണിച്ച്. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. മറ്റുള്ളവരൊക്കെ വരുന്നത് അവർ ഹോളിഡേയ്സിന് വരികയാണ്. പണ്ടൊക്കെ ഹോളിഡേയ്സിന് നമ്മളിപ്പോൾ അമ്മ വീട്ടിൽ പോകും, അല്ലേ? അമ്മ വീട്ടിൽ പോകും, അച്ഛൻ്റെ വീട്ടിൽ പോകും, അമ്മച്ചിയുടെ വീട്ടിൽ പോകും, അമ്മച്ചിയുടെ പെങ്ങളുടെ വീട്ടിൽ പോകും. അങ്ങനെയുള്ളവർ ഇവിടെ അങ്ങനെയൊന്നും ഇപ്പോൾ എല്ലാ ഹോളിഡേയ്സ്. അതായത് നമ്മളുടെ പൊളിറ്റീഷ്യനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ എത്താൻ പോകുന്നത് അതിഗുരുതരമായ അവസ്ഥയിലേക്കാണ്. നമ്മുടെ യൂത്ത് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും ബ്രേക്കിംഗ് മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്തയായിരുന്നു. 7500 പേര് ഇന്ന് ഇന്ത്യ വിട്ട് കേരളം വിട്ടിരിക്കുന്നു. കുട്ടികൾ 7500 കുട്ടികൾ ഇന്ത്യ വിട്ടിരിക്കുന്നു. സാന്താ മോനിക്ക. ഇത് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇത് ഞാൻ ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്നും ബ്രിട്ടനിലേക്ക് വന്നിരിക്കുന്ന ഒരു ഏതാണ്ട് 50-നും 80-നും ഇടയ്ക്ക് കുട്ടികളുടെ കേസിന് കോടതി ഹാജരായിട്ടുണ്ട്. ഇവരോടൊക്കെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പെട്ടുപോരുന്നത്? അപ്പോൾ അതിൽ ഒരു പയ്യനോട് ഞാൻ പറഞ്ഞു, നീ എടാ അങ്ങനെയൊന്നും പറയരുത്, നമ്മുടെ നാട് നല്ലതാണ്, തിരിച്ചു പോകണം. അപ്പം വീട് കൊള്ളൊക്കെ ജപ്തിയും ലോണൊക്കെ എടുത്താൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാട് നന്നാവും. എൻ്റെ സാറേ, പിറ്റേ ദിവസം രാവിലെ ഇവരെന്നെ വിളിച്ചിരിക്കുക, സാറ് ന്യൂസ് കണ്ടോ? സോറി, ഞാൻ ടൈം സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ, ടൈം സെറ്റ്. അപ്പം സാറ് ന്യൂസ് കണ്ടോ? ഞാൻ കണ്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞാൽ എനിക്ക് ലിങ്ക് അയച്ചു, നേഷനറ്റിൻ്റെ ഒരു ലിങ്കാണ്. കോട്ടയത്തെ തെരുവ് കൊണ്ട് ഒരാളെ തല്ലിക്കൊന്ന് മൃതപ്രായനായി തല്ലി പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഞാനാരായി? അവനോട് തലേ ദിവസം ഞാൻ അവനോട്, നമ്മുടെ സിസ്റ്റമൊക്കെ നല്ലതാണ് മക്കളെ, 23-22 വയസ്സേ ഉള്ളൂ, നമ്മുടെ സിസ്റ്റമൊക്കെ നല്ലതാണ്, നീ തിരിച്ചു പോകണം, നമ്മൾ നന്നാവും. ഇവൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീടിൻ്റെ അയലോക്കത്തെ പോലീസ് സ്റ്റേഷനിലെ ന്യൂസ് എടുത്ത് എനിക്ക് ഇട്ട് തന്നിരിക്കുക, ഇത് ഒരിക്കലും നന്നാകുകയല്ലെന്ന്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ, ഈ യൂത്ത് പിള്ളേർ പുറകിലിരിക്കുന്നു. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെപ്പോലുള്ള ആളുകൾ മുമ്പോട്ട് ഇറങ്ങിയില്ല എങ്കിൽ ഞാൻ ഗതി കെട്ടിട്ട് ഈ നാട് വിട്ട് പോയ ആളാണ്, ഗതി കെട്ടിട്ട്. അതായത് ഞാനിപ്പോഴും എനിക്ക് തിരിച്ചു വരണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ പിള്ളേരും അറിയാം, അവർക്കും അറിയാം, ഇപ്പം പോയപ്പം വരികയായിരുന്നു, ഒരു വീടുകൾ തന്നെ. ഞാനിപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ടിൽ ഹോൾഡ് ചെയ്ത് എന്തെങ്കിലും വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഇത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഈ സിസ്റ്റം മാറിയില്ലെങ്കിൽ നമ്മൾ ഈ മാധ്യമത്തിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവരെ സ്ട്രക്ചറലി നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, നമ്മുടെ സിസ്റ്റം റീഇൻവെൻറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ we are going to end in a disaster. And on that note, thank you very much.